السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാസം തോറും നമ്മൾ നടത്തി വരുന്ന ഈ മദ്രസയിൽ ഒന്നാമത്തെ കിതാബായി നമ്മൾ പഠിച്ചു വരുന്നത് അൽ അർബഊന അൻ-നവവിയ്യ. അൽ ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള 42 ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ഹദീസ് സമാഹാരമാണ് നമ്മൾ വിശദീകരണത്തോടു കൂടി പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ നിയത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഹദീസ് മനസ്സിലാക്കുകയുണ്ടായി. രണ്ടാമത്തെ ഹദീസാണ് നമുക്ക് വായിക്കാനുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള മത്തിനിൽ ഹദീസിന്റെ ടെക്സ്റ്റിലുള്ളതുപോലെ തന്നെ ഒരല്പം ദീർഘമായ ഒരു ഹദീസാണ്. ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ ഈ ഹദീസ്. ആദ്യം ഹദീസ് വായിച്ച് നമുക്കൊന്ന് അർത്ഥം കേൾക്കാം. ശേഷം അതിന്റെ ഓരോ ഭാഗങ്ങളിലുമുള്ള വിശദീകരണം നമുക്ക് മനസ്സിലാക്കാം. അൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ. ഈ ഹദീസും ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ് റിവായത്ത് ചെയ്യുന്നത്. ഒന്നാമത്തെ ഹദീസും ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബൈനമാ നഹ്നു ജുലൂസുൻ عند رسول الله صلى الله عليه وسلم ذات يوم بينما نحن جلوس عند رسول الله صلى الله عليه وسلم ذات يوم. ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. إذ طلع علينا رجل شديد بياض الثياب شديد سواد الشعر. എന്നിരിക്കെ നല്ല വെളുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ഞങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അയാളുടെ തലമുടി കറുത്തിരുന്നു. ലാ യുറ അലൈഹി അസറു സഫർ. അയാളിൽ യാത്രയുടെ ഒരു അടയാളവും കാണുന്നുണ്ടായിരുന്നില്ല. വലാ യഅരിഫുഹു മിന്ന അഹദ്. കൂട്ടത്തിലിരിക്കുന്ന ഒരാൾക്കും അയാളെ പരിചയവുമില്ല. ഹത്താ ജലസ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി. അയാൾ മസ്ജിദിലേക്ക് കയറി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇരുന്നു. കാൽമുട്ടുകൾ കാൽമുട്ടിനോട് ചേർത്ത് കൊണ്ടാണ് അയാൾ ഇരുന്നത്. വവദഅ കഫൈഹി അലാ ഫഖിദൈഹി. അയാൾ തന്റെ ഇരു കൈകളും തുടയുടെ മുകളിൽ വെച്ചു. വഖാൽ. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി മൽ ഇസ്ലാം. മുഹമ്മദേ, ഇസ്ലാം എന്താണെന്ന് നീ എനിക്ക് അറിയിച്ചു നൽകുക. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അൽ ഇസ്ലാമു, ഇസ്ലാം എന്നാൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണെന്നും നീ സാക്ഷ്യം വഹിക്കലാണ്. വ തുഖീമസ് സലാഹ്, നീ നമസ്കാരം നിലനിർത്തലാണത്. വ തുഅ്തിയ സകാ, സകാത്ത് കൊടുത്തു വീട്ടണം. വ തസൂമ റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണം. വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നിനക്ക് സാധിക്കുന്ന പക്ഷം മക്കയിലേക്ക് പോയി ബൈത്തിൽ കഅബയിൽ നീ ഹജ്ജ് ചെയ്യണം. ഫഖാല സദഖ്ത. ഇത് കേട്ടയുടൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അഥവാ മനുഷ്യ രൂപത്തിൽ വന്ന വ്യക്തി പറഞ്ഞു, സത്യമാണ് താങ്കൾ പറഞ്ഞത്. ഫഅജിബ്നാ ലഹു യസ്അലുഹു വയുസദ്ദിഖു. അയാളുടെ കാര്യത്തിൽ ഞങ്ങൾ അത്ഭുതമായി. അയാൾ തന്നെ ചോദിക്കുന്നു, എന്നിട്ട് അയാൾ തന്നെ ഉത്തരത്തിന് സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. സുമ്മ ഖാൽ. പിന്നീട് ആ വ്യക്തി രണ്ടാമതും ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് ഈമാനിനെ കുറിച്ച് അറിയിച്ചു തരണം. ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരി. ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കലാണ്, അവന്റെ മലായികത്തുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകന്മാരിലും
അന്ത്യദിനത്തിലും നീ വിശ്വസിക്കലാണ്. അതുപോലെ ഖദറിൽ അതിന്റെ നന്മയിലും തിന്മയിലും നീ വിശ്വസിക്കലാകുന്നു. അത് ഖാല സദഖ്ത, മനുഷ്യൻ താങ്കൾ സത്യമാണ് പറഞ്ഞതെന്ന് അതിനോട് പ്രതികരിച്ചു. ഖാല ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, പിന്നീട് അയാൾ ചോദിച്ചു ഇഹ്സാൻ എന്താണെന്ന് എനിക്ക് അറിയിച്ചു തരണം. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ്. നിനക്ക് അവനെ കാണാൻ ചെയ്യാത്ത പക്ഷം നീ അവൻ നിന്നെ കാണുന്നുണ്ട് എന്നതുപോലെ അവനെ ഇബാദത്ത് ചെയ്യണം. ഖാല ഫഅഖ്ബിർനി അനിസ്സാഅ, അന്ത്യദിനത്തെ കുറിച്ച് എനിക്ക് അറിയിച്ചു തരണം എന്ന് ആ മനുഷ്യൻ ചോദിച്ചു. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൽ മസ്ഊൽ അൻഹാ ബിഅഅലമ മിനസ് സാഇൽ, ചോദിക്കപ്പെട്ടവന് ചോദിച്ചവനേക്കാൾ ഈ വിഷയത്തിൽ യാതൊരു അറിവുമില്ല. ഖാല ഫഅഖ്ബിർനി അൻ അമാറാതിഹ, എങ്കിൽ അതിന്റെ അടയാളങ്ങൾ എനിക്ക് അറിയിച്ചു തരണം. ഖാൽ അൻ തലിദൽ അമതു റബ്ബതഹ, അതിന്റെ അടയാളമാണ് അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കൽ. വഅൻ തറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ, പരമദരിദ്രരായിട്ടുള്ള നഗ്നപാതരായ വിവസ്ത്രരായ ആളുകൾ, ആടിനെ മേച്ചു നടന്നിരുന്ന ആളുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഉയർത്താനുള്ള തത്രപ്പാടിലായിരിക്കും. ഖാല സുമ്മൻ തലഖ്, അദ്ദേഹം പറഞ്ഞു സുമ്മൻ തലഖ് ഫലബിസു മലിയൻ ഫലബിസ്തു മലിയൻ, പിന്നീട് അയാൾ അപ്രത്യക്ഷമായി പോയി. ഞാൻ ഒരുപാട് സമയം അവിടെ കാത്തുനിന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അതദ്രി മനിസ് സാഇൽ, ചോദ്യകർത്താവ് ആരാണെന്ന് ഉമറിനോടാണ് ചോദിക്കുന്നത് റളിയല്ലാഹു അൻഹു, താങ്കൾക്ക് അറിയുമോ? ഖുൽതു അല്ലാഹു വറസൂലുഹു അലം, ഞാൻ പറഞ്ഞു അല്ലാഹുവും റസൂലുമാണ് അറിയുക. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ജിബ്രീലു അതാകും യുഅല്ലിമുകും ദീനകും, അത് ജിബ്രീലാണ്, നിങ്ങളുടെ ദീൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് സഹോദരങ്ങളെ ദീനിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് ഇമാം നവവി റഹിമഹുല്ലാഹ് ഇമാം മുസ്ലിമിൽ നിന്നും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പരമ്പരയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് യഥാർത്ഥത്തിൽ ഹദീസ് ജിബ്രീൽ വന്നിട്ടുണ്ട്. പക്ഷേ നവവി റഹിമഹുല്ലാഹ് ഇമാം മുസ്ലിം മാത്രം ഉദ്ധരിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പരമ്പര തിരഞ്ഞെടുക്കാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറയാറുള്ളത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഈ ഹദീസിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ഈ ഹദീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ വളരെയധികം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണിത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു യംബഗി അൻ യുസമ്മ ബി ഉമ്മിസ് സുന്നഹ്, സുന്നത്തിന്റെ മാതാവ് എന്നീ ഹദീസിന് പേര് വെക്കപ്പെടണം. കമാ അന്നൽ ഫാത്തിഹ തുസമ്മ ബി ഉമ്മുൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ മാതാവാണ്, ഉമ്മുൽ ഖുർആൻ ആണ് എന്ന് പറയുന്നത് പോലെ. കാരണം ഒരു കാര്യത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാ കാര്യങ്ങളും അതിലേക്ക് മടങ്ങുന്നത് എന്നുള്ളതാണ്, പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ഖുർആനിലുള്ള മുഴുവൻ സൂറത്തിലുള്ള ആശയങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ ഹദീസുകളിലുള്ള മുഴുവൻ അറിവുകളും ഹദീസ് ജിബ്രീലിലുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഹദീസിൽ നമ്മൾ ഈ കേട്ട് അർത്ഥം പറഞ്ഞ രൂപത്തിലല്ലാതെ മറ്റു പല റിവായത്തിൽ ഇതിലില്ലാത്ത ചില കൂടുതൽ അറിവുകൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൂടി നമ്മൾ വിശദീകരണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഹദീസ് പറയാനുണ്ടായ ഒരു സാഹചര്യവും ഉണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അത് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് അവസാനത്തിൽ ഖദർ വിശദീകരിക്കുന്ന സമയത്ത്, ഖദറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണത്, അവിടെ നമ്മളത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഈ ഹദീസ് സംഭവിക്കുന്നത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഇരിക്കുമ്പോഴാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിൽ പറയുന്നുണ്ട് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുമായിരുന്നു. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇങ്ങനെ മസ്ജിദിൽ ഒരുപോലെ തറയിൽ ഇരിക്കലായിരുന്നു പതിവ്.
എത്രത്തോളം എന്നാൽ പുറത്തു നിന്ന് ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയാൽ ഈ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാകുമായിരുന്നില്ല. വേഷം കൊണ്ടോ ഒന്നും കൊണ്ട് മനസ്സിലാകുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വിനയത്തിന്റെ രൂപത്തിലാണ് അവിടുന്ന് ജീവിച്ചു പോന്നിരുന്നത് എന്നറിയാം. ഒരു ഭരണാധികാരിയുടെ പരിവേഷമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തണിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സ്വഹാബികൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾക്ക് ദർസ് എടുക്കാൻ ഇരിക്കാൻ ഒരു മജ്ലിസ് ഉണ്ടാക്കി തരാം എന്ന് നിർദ്ദേശം വെക്കുകയും കളിമണ്ണ് കൊണ്ടൊരു മജ്ലിസ് ഉണ്ടാക്കുകയും ചെയ്തു. കയറിയിരിക്കാനായിട്ട് ഉയർന്നൊരു മജ്ലിസ് ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മജ്ലിസിന് മുകളിൽ ഇരുന്നിട്ടായിരുന്നു സഹാബികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഹദീസിന്റെ മറ്റു റിവായത്തിൽ അത് വന്നിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മജ്ലിസിന് മുകളിൽ ഇരിക്കവെയാണ് ഒരു ദിവസം സഹാബികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ദീനിന്റെ വിഷയത്തിൽ എന്നോട് ചോദിക്കാനുള്ളത്? നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. സഹാബികൾക്ക് ചോദിക്കാനുള്ള ഒരു മടി അല്ലെങ്കിൽ അവർക്കൊരു പേടി, അവരാരും അത് ചോദിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് മസ്ജിദിന്റെ ഒരു ഭാഗത്ത് നിന്നും ഈ പറയുന്ന ഒരു മനുഷ്യൻ കടന്നു വരുന്നത്. ഈ മനുഷ്യന്റെ രൂപം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണ് രൂപം? ഇത്തല അലൈന റജുലുൻ, ഞങ്ങളിലേക്ക് ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഷദീദു ബയാദി സിയാം, ഷദീദു ബയാദി സിയാം, അയാളുടെ വസ്ത്രം വെളുവെളുത്ത വസ്ത്രമായിരുന്നു എന്നാണ്. വെളുത്ത വസ്ത്രം സഹോദരങ്ങളെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിക്കുന്നത് പുണ്യകരമായ കൂടുതൽ പ്രതിഫലാർഹമായ കാര്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇൽബസു അൽ ബയാദ് മിൻ സിയാബിക്കും, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്നും വെള്ള ധരിക്കുക. ഫഇന്നഹ മിൻ ഖൈരി സിയാബിക്കും, കാരണം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലത് അതാണ്. വകഫിനു ബിഹാ മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് കഫം പുടവയായി അത് സ്വീകരിച്ചു കൊള്ളുക എന്നാണ്. മുസ്ലിം തന്നെ ഉദ്ധരിച്ച ഹദീസാണ്. വസ്ത്രങ്ങളിൽ വെളുത്ത വസ്ത്രമാണ് ഏറ്റവും കൂടുതൽ നല്ല വസ്ത്രം എന്നുള്ളതിൽ തർക്കമില്ല. എന്നാൽ അതല്ലാത്ത വസ്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിട്ടുണ്ട്. അവിടുന്ന് അതല്ലാത്ത നിറമുള്ള വസ്ത്രവും ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹം ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വെളുത്ത വസ്ത്രം ധരിച്ചു എന്ന് പറയുന്നതിൽ ചില ഫായദകൾ കൂടിയുണ്ട്. ഒന്നാമത്തേത്, ആ വെളുവെളുത്ത വസ്ത്രമാണ്, അതിൽ ഒരു കറ പോലുമില്ല, ഒരു പൊടി പുരണ്ടിട്ട് പോലുമില്ല. വളരെ വെളുത്ത വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഷദീദു സവാദി ശഅർ, അയാളുടെ തലമുടി കറുത്തിരിക്കുന്നുണ്ട്. ചില റിവായത്തിൽ കാന ഷദീദു സവാദിൽ ലിഹ്യ, അയാളുടെ താടിയും കറുത്തിരിക്കുന്നുണ്ട് എന്ന് വന്നിട്ടുണ്ട്. താടിയുള്ള മനുഷ്യൻ തന്നെയാണ് വന്നത്. ഒന്നുകിൽ യുവാവായിരിക്കണം, അല്ലെങ്കിൽ യാത്രയുടെയോ മറ്റോ ഒരു പൊടിയും ഏറ്റിട്ടില്ലാത്ത ഒരു രൂപത്തിലാണ് അയാളുടെ താടി ഉണ്ടായിരുന്നത്, വസ്ത്രം ഉണ്ടായിരുന്നത്, മുടി ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനി അടുത്തതായി പറഞ്ഞത്, വല യഅരിഫുഹു അഹദും മിൻ അഹ്ലിൽ മദീന, മദീനയിലെ ആർക്കും ഈ വ്യക്തിയെ അറിയില്ല എന്നാണ്. എങ്ങനെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൂട്ടത്തിലിരിക്കുന്ന ആർക്കും ആ വ്യക്തിയെ അറിയില്ല എന്ന് മനസ്സിലായത്? ചില റിവായത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം വന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആർക്കും പരസ്പരം അറിയില്ല എന്നുള്ളത് ആംഗ്യത്തിൽ എല്ലാവരും പരസ്പരം പറയുന്നുണ്ടായിരുന്നു എന്നാണ്. അതല്ലാതെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഗൈബ് മനസ്സിലായതല്ല. ചില റിവായത്തിൽ അത് വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ആളുകൾക്കൊരു സംശയം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ ആളുകൾ ജനിപ്പിക്കുന്ന രൂപത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വരുന്നത്. അദ്ദേഹം ഒന്നുകിൽ യാത്രക്കാരനായിരിക്കണം, അതുകൊണ്ടാണ് ആർക്കും അവിടെ അറിയാത്തത്. വല യഅരിഫു അഹദും മിൻ അഹ്ലിൽ മദീന, മദീനയിൽ നിന്നും വളരെ ദൂരമായുള്ള ഏതെങ്കിലും വിദൂര സ്ഥലത്ത് നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്ന ആളുകളിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കണം. കാരണം മദീനയിൽ ആർക്കും അറിയില്ല അദ്ദേഹത്തെ. എങ്കിൽ ആ കാലഘട്ടത്തിൽ ദൂരയാത്ര നടത്തുന്ന വ്യക്തികൾക്ക് സ്വാഭാവികമായും നിർബന്ധമായും അവരിൽ ഉണ്ടായിരിക്കേണ്ട അടയാളങ്ങളിൽ പെട്ടതാണ് അവരുടെ വസ്ത്രമോ മുടിയോ താടിയോ ഒക്കെ ജടകുത്തി നിൽക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു അടയാളം കാണിക്കുക എന്നുള്ളത്. കാരണം അന്നത്തെ യാത്രകൾ നമുക്കറിയാവുന്നതാണ്,
ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ ആയി മരുഭൂമിയിൽ പൊടിക്കാറ്റിൽ കൊടുംചൂടിലൊക്കെ വരുന്ന യാത്രയാണ്. അങ്ങനെ ഒന്നും കാണുന്നില്ല. വളരെ ഫ്രഷ് ആയിട്ടാണ് ഈ വ്യക്തി മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനൊരു ഇവരിൽ സ്വഹാബത്തിൽ ഒരു പ്രത്യേക ചിന്തയുണ്ടാക്കാൻ, ഇതെന്താണ്, ആരാണ് എന്ന് ചിന്തയുണ്ടാക്കാനായി മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ് എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ, അവർ അറിയേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വന്നതാണ്. അപ്പൊ സഹാബികൾ അത് വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണം. ഒരു ശ്രദ്ധ എവിടെയും തെറ്റിപ്പോകാൻ പാടില്ല. വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു രൂപം സ്വീകരിച്ചത് എന്നാണ്. അതല്ല എങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചില സ്വഹാബത്തിന്റെ വേഷത്തിൽ മനുഷ്യരൂപത്തിൽ വരാറുണ്ടായിരുന്നു എന്നാണ്. ഇത്തവണ അങ്ങനെ വന്നിട്ടില്ല. ആർക്കും തിരിച്ചറിയാത്ത ഒരു രൂപത്തിലാണ് വന്നിട്ടുള്ളത്. എന്നിട്ടോ ചില റിവായത്തിൽ കാണാൻ സാധിക്കും അവിടുന്ന് സലാം പറയുന്നുണ്ട്. അല്ലെ, നമ്മൾ വായിക്കുന്ന റിവായത്തിൽ സലാം കാണുന്നില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും, എന്താണ് ജിബ്രീൽ വന്നിട്ട് സലാം പറയാതെ മജ്ലിസിലേക്ക് ഇരുന്നത്? അല്ല, ചില റിവായത്തിൽ വന്നിട്ടുണ്ട് അസ്സലാമു അലൈക യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ എന്ന് പറഞ്ഞിട്ട് സലാം പറയുന്നുണ്ട്. ചില റിവായത്തിൽ അസ്സലാമു അലൈക യാ മുഹമ്മദ് ആതീക്, മുഹമ്മദ് അസ്സലാമു അലൈക്കും, ഞാൻ അങ്ങോട്ട് വരട്ടെ. ചില റിവായത്തിൽ അദ്നു, ഞാൻ അടുത്തേക്ക് വരട്ടെ എന്നൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്നു, അടുത്തേക്ക് വന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് മസ്ജിദിന്റെ ഒരു ഭാഗത്ത് നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്, മുന്നിലേക്ക് വന്നിരുന്നത് എന്ന് കാണുന്നത്. ഇരുന്നപ്പോൾ എങ്ങനെയാണ് ഇരുന്നത്? ഹത്താ ജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി തന്റെ രണ്ട് കാൽമുട്ടുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചാണ് അദ്ദേഹം ഇരുന്നത്. ആദരവോടുകൂടി വിനയത്തിന്റെ ഒരു ഇരുത്തമാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇരുന്നത്. എന്നിട്ട് പറഞ്ഞു വവദഅ കഫൈഹി അലാ ഫഖിദൈഹി, വവദഅ കഫൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും, കഫ് എന്ന് പറഞ്ഞാൽ ഈ കൈയുടെ മുൻഭാഗത്തിനാണ് കഫ് എന്ന് പറയുക. ഈ രണ്ട് ഭാഗവും വദഅ, അത് വെച്ചെവിടെയാണ് വെച്ചത്? അലാ ഫഖിദൈഹി, അദ്ദേഹത്തിന്റെ തുടകൾക്ക് മുകളിലാണ് വെച്ചത് എന്നാണ്. ഇവിടെ ഈ രണ്ടാമത് പറയുന്ന അദ്ദേഹത്തിന്റെ എന്നുള്ളത് അത് ആരിലേക്കാണ് മടങ്ങുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണോ? അതല്ല, ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ തുടങ്ങി മുകളിലാണോ വെച്ചത്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു ഭാഗമാണിത്. ചിലർ പറഞ്ഞു അദ്ദേഹത്തിന്റെ തന്നെ തുടയുടെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. വേറെ ചില റിവായത്തിൽ വന്നതുപോലെ അദ്ദേഹത്തിന്റെ തുടർ മുകളിൽ വെച്ചപ്പോൾ ഈ മുൻപിലുണ്ടായിരുന്ന ഈ അസാബി, വിരലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചു, എന്നാൽ ഉള്ളംകൈ തുടയുടെ മുകളിൽ തന്നെയായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയുടെ മുകളിൽ തന്നെയാണ് വെച്ചത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ സഹാബികൾക്ക് ഒന്നുകൂടി അവർ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ട് ചെയ്തതാണ്. കാരണം സാധാരണ ഒരാൾ അങ്ങനെ ചെയ്യുകയില്ല, വന്നിട്ട് അധ്യാപകന്റെ തുടയുടെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക എന്നുള്ളത് ചെയ്യുകയില്ല. മറിച്ച് അതൊരു വിവരമില്ലാത്തൊരു ഗ്രാമീണനൊക്കെ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയുടെ മുകളിൽ വെച്ചതാണ്. അപ്പൊ സഹാബത്ത് കൂടുതൽ ശ്രദ്ധിക്കും. അതുപോലെയുള്ള കാര്യമാണ് അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്ന് വന്നിട്ടുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ സഹാബത്തിന്റെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കാനാണ്, അപ്പൊ അതിനു വേണ്ടി ചെയ്തതാണ് എന്നാണ്. പല പണ്ഡിതന്മാരും പറയുന്നത് ജിബ്രീൽ തന്റെ തുടയുടെ മുകളിൽ തന്നെ വെച്ചു, എന്നിട്ട് അതിന്റെ മുൻഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിനോട് സ്പർശിക്കുന്ന രൂപത്തിലാകുകയാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. ഇത്രയും ഭാഗത്തിൽ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 6 പാഠങ്ങളുണ്ട്. ഒന്ന്, ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം, പണ്ഡിതനുള്ള മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഫായിദാണ്, ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേണ്ടി ഇരുന്നു കൊടുക്കുക എന്നുള്ളത് അവർക്ക് അനിവാര്യമായ കാര്യമാണ്. ജനങ്ങൾക്ക് സംശയങ്ങൾ തീർത്തു കൊടുക്കാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാനും ജനങ്ങളുമായി ഇടകലർന്ന് അവർ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ സത്യസന്ധരായ, വിശ്വസ്തരായ, അറിവുള്ള പണ്ഡിതന്മാർ ജനങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പിന്നീട് ജാഹിലീങ്ങളോട്, വിവരമില്ലാത്ത ആളുകളോട്, ആ രൂപത്തിലുള്ള വ്യക്തികളോട് അവർ ചോദ്യങ്ങൾ ഉന്നയിക്കും. അത് അവരെ കൂടുതൽ കുഴപ്പത്തിലേക്കാക്കും. ജനങ്ങൾക്ക് ഉപകാരം എന്നുള്ളതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക സ്വീകരിച്ച് അവർക്ക് വേണ്ടി ചോദ്യങ്ങൾക്ക്
ഇരുന്നു കൊടുക്കുക എന്നുള്ളത് ഒരു പണ്ഡിതന്റെ ദൗത്യത്തിൽപ്പെട്ടതാണ്. പണ്ഡിതന്മാരുടെ വിഭാഗത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദീൻ വിശദീകരിക്കുന്ന ആളുകൾക്ക് ഉയർന്നൊരു മജ്ലിസ് സ്വീകരിക്കുക എന്നുള്ളത് മുസ്തഹബാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബത്ത് കളിമണ്ണ് കൊണ്ടുള്ള ഒരു ഉയർന്ന മജ്ലിസ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവിടുന്ന് വിസമ്മതിച്ചില്ല, മറിച്ച് അത് സ്വീകരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വിനയമുണ്ടാകുക എന്നുള്ളത് മുസ്തഹബാണ് എന്നതുപോലെ തന്നെ ഉയർന്ന സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളതും മുസ്തഹബാണ്. പ്രത്യേകിച്ചും ഒരുപാട് ആളുകൾ ആ ദർസിന് വന്നിരിക്കുന്നുണ്ട് എങ്കിൽ, ആ ഇൽമ സ്വീകരിക്കാൻ ഇരിക്കുന്നുണ്ട് എങ്കിൽ വളരെ ദൂരെയുള്ള ആളുകൾക്ക് കാണത്തക്ക വിധം ഉയർത്താം. അത് മുസ്തഹബായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഖുതുബയിൽ മിമ്പറുകൾ ഉയർത്തുന്നതിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ദൂരെയുള്ള ആളുകൾക്ക് പോലും അദ്ദേഹത്തെ ശരിക്കും ശ്രദ്ധിക്കണം, അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ഫായിദ, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ രൂപത്തെക്കുറിച്ചും കോലത്തെക്കുറിച്ചും ഒക്കെ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീൻ പഠനം, ത്വലബുൽ ഇൽം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തന്റെ ദുനിയാവിൽ ചെയ്തു തീർക്കേണ്ട കടമകൾ അതിൽ നിന്നും തെറ്റിപ്പോകാനുള്ള ഒരു കാര്യമേ ആകാൻ പാടില്ല. നല്ല രൂപത്തിൽ നടക്കുക, നല്ല വേഷത്തിൽ നടക്കുക, ഇതൊക്കെ ദീൻ താല്പര്യപ്പെടുന്ന കാര്യമാണ്. ഒരാൾ ദീൻ പഠിക്കുന്ന വ്യക്തിയാണ് എന്ന് വെച്ചിട്ട് ഭൗതിക വിരക്തി എന്നുള്ള പേരിൽ മുഷിന്ന വസ്ത്രമിട്ട് ധരിക്കുക, ആ രൂപത്തിൽ നടക്കുക, അല്ലെങ്കിൽ ദുർഗന്ധം പിടിച്ച വസ്ത്രങ്ങൾ ധരിക്കുക, ഇതൊന്നും ശരിയല്ല. മറിച്ച് ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ ഏറ്റവും നല്ല വസ്ത്രമാണ് തെരഞ്ഞെടുത്തത്. മുടിയൊക്കെ കൃത്യമായി ചീകിയിട്ടാണ് വന്നിട്ടുള്ളത്. ആ രൂപത്തിൽ വരാം. ചില റിവായത്തിൽ അദ്ദേഹം നല്ല സുഗന്ധം ഉപയോഗിച്ചു എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരാൾ ദീൻ പഠനം അല്ലെങ്കിൽ അങ്ങനെ ദീനിയായ പ്രവർത്തനങ്ങളൊന്നും തന്നെ നല്ല രൂപം സ്വീകരിക്കുന്നതിനോ നല്ല വേഷം സ്വീകരിക്കുന്നതിനോ അത് തടസ്സമാകാൻ പാടില്ല. മറിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അവൻ ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്നും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പ്രകടമാക്കുന്നത് റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ അഹങ്കാരത്തിന്റെ രൂപമോ അഹങ്കാരത്തിന്റെ കോലമോ ഇതൊന്നും സ്വീകരിക്കാൻ പാടില്ല. അത് നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, താലിബ് ഇൽമിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന എത്ര അവൻ പണ്ഡിതനുമായി ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അത് വളരെ പുണ്യകരമായ കാര്യമാണ് എന്ന് ഇതിൽ നിന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പരമാവധി മുന്നിലേക്ക് വന്നാണ് ഇരിക്കുന്നത്. ഒരാലിമിന്റെ സാമീപ്യം അദ്ദേഹം കൂടുതൽ ചോദിച്ചു വാങ്ങി മുന്നിലേക്ക് വരികയാണ്. കാരണം അതിന് കൂടുതൽ ഫായിദയുണ്ട്. പണ്ഡിതന്മാരെ വലിയ ദർസുകളൊക്കെ ആകുന്ന സമയത്ത് പ്രത്യേകിച്ചും വളരെ മുന്നിൽ അടുത്ത് വന്നിരുന്ന് കേൾക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഗ്രഹിക്കാനൊക്കെ സാധിക്കും. അതുപോലെ എല്ലാ നിലക്കും പണ്ഡിതന്മാരുമായി സംശയങ്ങൾ തീർക്കാനും മറ്റുമൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ഒരു ത്വാലിബുൽ ഇൽമിന് വേണ്ട ഗുണത്തിൽപ്പെട്ടതാണ്. അതുപോലെ മറ്റൊരു ഫായിദ, ദീൻ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് വളരെ മര്യാദയോടുകൂടിയാണ് ഇരിക്കേണ്ടത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇരുത്തം അങ്ങനെയായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്ന രൂപത്തിൽ ഇരിക്കണം. ഒരു മജ്ലിസിന് അതിൻ്റെതായ മര്യാദയുണ്ട്. അതല്ലാതെ കുറെ ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് അങ്ങനെ ആ മജ്ലിസിനോട് താല്പര്യമില്ലാത്ത രൂപത്തിൽ ഇരിക്കാൻ പാടില്ല. കാരണം അത് ദീനിന്റെ മജ്ലിസാണ്. ആര് പറയുന്നതാണെങ്കിലും അത് ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ സംസാരവും റസൂലുള്ളാഹിന്റെ സംസാരവുമാണ് അവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. അതിനുള്ള ആദരവുണ്ട്, അതിന് ബഹുമാനം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് സാഗൂതം സ്വീകരിക്കണം, കേൾക്കണം എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് ഫായിദയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആറാമത്തെ അവസാനത്തെ ഫായിദ, ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഫായിദ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ഖുദ്റത്താണ്. യഥാർത്ഥത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ 2 പ്രാവശ്യം അവിടുന്ന് നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്. ഒന്ന് മിഅ്റാജിന് പോയ സമയത്താണ്, മറ്റൊന്ന് മക്കത്ത് വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. രണ്ടും ഹിജ്റക്ക് മുമ്പാണ്. 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ 2 പ്രാവശ്യം കാണുമ്പോഴും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യഥാർത്ഥ കോലം എങ്ങനെയാണ്? 600 ചിറകുകളുണ്ട് എന്നാണ്. 600 ചിറകുകളുണ്ട്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ നോക്കി കാണുമ്പോൾ ചക്രവാളം മുഴുവൻ മുട്ടി നിൽക്കുകയാണ്. നാം ഈ നോക്കി കാണുന്ന മുഴുവൻ കാര്യങ്ങളാണ് ചക്രവാളം എന്ന് പറയുക. വിശാലമായ ഒരു മൈതാനത്ത് നിന്ന് നമ്മുടെ കണ്ണെത്താ ദൂരത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആകാശവും ഭൂമിയും ഇങ്ങനെ കൂട്ടിമുട്ടുന്ന മുഴുവൻ നമുക്ക് വിശാലമായി കാണാൻ സാധിക്കും. അത് മുഴുവൻ മൂടിപ്പോയി. ഒരാൾക്ക് നോക്കത്താ ദൂരത്ത് മുഴുവൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ യഥാർത്ഥ രൂപത്തിൽ
നിൽക്കുകയാണ്. അത്രയും വലിയ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സാധാരണ മനുഷ്യരൂപത്തിലേക്ക് മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത്ര വലിയ വണ്ണമുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ ഒരു മനുഷ്യരൂപത്തിലേക്കാക്കി മാറ്റാനും ഈ പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കാനും ഒക്കെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ് എന്നാണ്. പിന്നീട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന്റെ മർത്തബകളെ കുറിച്ച് ചോദിക്കുകയാണ്. ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച്, ഈമാൻ കാര്യങ്ങളെ കുറിച്ച്, ഇഹ്സാൻ എന്ന പദവിയെ കുറിച്ച് ഒക്കെ ചോദിക്കുകയാണ്. ആദ്യം ബാഹ്യമായ കർമ്മങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്, ഇസ്ലാം കാര്യങ്ങൾ. പിന്നീട് ആന്തരികമായ വിശ്വാസ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. പിന്നീട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട രൂപമായ ഇഹ്സാൻ എന്ന പദവിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അവസാനം അന്ത്യദിനത്തെ കുറിച്ചും അതിന്റെ അടയാളങ്ങളെ കുറിച്ചുമാണ് അദ്ദേഹം ചോദ്യം അവസാനിപ്പിക്കുന്നത്. അതും കൂടി ചോദിച്ചിട്ടാണ്. ആദ്യത്തെ ചോദ്യം സഹോദരങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്, യാ മുഹമ്മദു അഖ്ബിർനി അനിൽ ഇസ്ലാം. മുഹമ്മദെ, ഇസ്ലാം എന്താണെന്ന് നീ എനിക്ക് അറിയിച്ചു തന്നാലും. ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചോടെ ചോദിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും അല്ല. ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സലാം പറയുന്നത് ഇസ്ലാമിലുള്ള ഒരു ഗുണമാണ്. ആളുകൾ പരസ്പരം കണ്ടാൽ സലാം പറയുന്നത് ഇസ്ലാമിന്റെ ഒരു മര്യാദയിൽപ്പെട്ടതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ അഖ്ബിർനി അനിൽ ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഖ്ബിർനി അൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട സ്തംഭങ്ങളെ കുറിച്ച് എനിക്ക് അറിയിച്ചു തരിക എന്നുള്ളതാണ്. കാരണം ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹാദാ ജിബ്രീൽ അതാകും യുഅല്ലിമുകും മആലിമ ദീനിക്കും. ജിബ്രീൽ എന്ന് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് മആലിമ ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ ഉന്നതമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. ദീൻ മുഴുവൻ അല്ല, ഒരു ചെറിയൊരു മജ്‌ലിസിൽ ദീനിന്റെ മുഴുവൻ ഇൽമുകളും പഠിപ്പിക്കുക എന്നുള്ളതല്ല, വളരെ പ്രാധാന്യം അർഹിക്കുന്ന അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഇവിടെ അനിൽ ഇസ്ലാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ കാര്യമായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? അൽ ഇസ്ലാം, ഇസ്ലാം എന്നാൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇസ്ലാം എന്നാൽ അതിന്റെ ഒന്നാമത്തെ കാര്യം, ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം രണ്ട് ഷഹാദത്തുകൾക്ക് നീ സാക്ഷ്യം വഹിക്കലാണ്. അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് രണ്ടും ഒന്നായിട്ടാണ് പരിഗണിക്കുന്നത്. യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള ഷഹാദത്തുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ മുഹമ്മദൻ റസൂലുള്ളാഹ്ക്കുള്ള ഷഹാദത്തുണ്ട്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പക്ഷെ രണ്ടും കൂടി ഒന്നായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് പരസ്പര പൂരകങ്ങളായ കാര്യമാണ്. അതായത് ഒന്ന് മറ്റൊന്നിനെ അനിവാര്യമാക്കുന്ന കാര്യമാണ്. രണ്ടും കൂടി ഉണ്ടെങ്കിലേ അയാളുടെ ഇസ്ലാം ശരിയാവുകയുള്ളൂ. ഒരാൾ പറയുകയാണ്, ഞാൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാം, മുഹമ്മദ് റസൂൽ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ഇസ്ലാം ശരിയാവുകയില്ല. വേറൊരാൾ പറയുന്നു, ഞാൻ മുഹമ്മദ് റസൂൽ അംഗീകരിക്കാം, പക്ഷെ ഇലാഹായിട്ട് അള്ളാഹു മാത്രം, അതെനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ടും കാര്യമില്ല. അതുകൊണ്ട് ഇത് രണ്ടിനും നീ സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്, എങ്കിലേ നിന്റെ ഇസ്ലാം നിലനിൽക്കുകയുള്ളൂ. എന്താണ് തശ്ഹദ? മലയാള ഭാഷയിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ആശയത്തിൽ വലിയൊരു കുറവാണ് സംഭവിക്കുന്നത്. പൂർണ്ണമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിശാലാർത്ഥം അത് കേവലം ഒരു പരിഭാഷയിൽ ഒതുങ്ങുന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞത് അൻ തശ്ഹദ എന്ന് പറഞ്ഞാൽ അൻ തുഖിറ വ തഅ്തരിഫ ബിഖൽബിക്. ഒന്നാമതായി നീ നിന്റെ കൽബിനെ കൊണ്ട് അത് അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും വേണം. നിന്റെ കൽബ് കൊണ്ട് ഈ പറയുന്ന കാര്യം എന്താണെന്ന് നിന്റെ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കണം. കൽബ് കൊണ്ട് നീ മനസ്സിലാക്കണം ശരിക്കും നീ പറയുന്ന വാക്ക് എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് അറിയാതെ ഒരാൾ വെറുതെ പറഞ്ഞാൽ അയാൾ ഷഹാദത്ത് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. അയാൾ എന്താണ് പറയുന്നത്, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി അറിയണം. രണ്ടാമത്തെ കാര്യം ഷഹാദത്തിൽ തന്നെ ഉൾപ്പെടുന്ന കാര്യമാണ് നാതിഖൻ ബിലിസാനി. നിന്റെ നാവ് കൊണ്ട് നീ അത് ഉച്ചരിച്ച് പറയണം, നാവ് കൊണ്ട് ഉച്ചരിച്ച് നീ പറയണം. അതുപോലെ മുസദ്ദിഖൻ ദാലിക ബിതൗഹീദി, തൗഹീദ് കൊണ്ട് ഈ പറഞ്ഞ സാക്ഷ്യം വഹിച്ച കാര്യത്തെ നീ സത്യപ്പെടുത്തുകയും വേണം, അത് നീ പൊളിച്ചു കളയാൻ പാടില്ല ശിർക്ക് കൊണ്ട്. ഈ മൂന്ന് കാര്യം പറഞ്ഞു. നിന്റെ കൽബ് കൊണ്ട് നീ വിശ്വസിച്ച് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം ആദ്യം. അത്
ഊമയല്ല, നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നവനാണ് എങ്കിൽ അത് നാവ് കൊണ്ട് പറയുകയും വേണം. നിന്റെ ജീവിതത്തിൽ ഇതിനെ പൊളിച്ചു കളയുന്ന ശുർക്കൻ പ്രവർത്തനങ്ങൾ ഉണ്ടാകാനും പാടില്ല. എങ്കിലാണ് ഈ ഷഹാദത്ത് ശരിയാവുകയുള്ളൂ. വിശദമായി പറഞ്ഞാൽ മനസ്സിലാക്കാം. അപ്പൊ യഹൂദ നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലർക്കും ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർക്ക് അവരുടെ മക്കളെക്കാൾ നന്നായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അവർക്കറിയാം. കാരണം അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥങ്ങളിൽ പോലും ഇത് വളരെ വ്യക്തമായിട്ട് ഉണ്ട്. അവരെത്ര തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് പോലും അത് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം ഇതൊരു പ്രവാചകനാണ്. പക്ഷെ അവരുടെ അഹങ്കാരം കൊണ്ട് അവർക്കത് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരത് നാവ് കൊണ്ട് ഷഹാദത്ത് ഏറ്റുചൊല്ലിയിട്ടില്ല. അവരുടെ പ്രവർത്തികൾ കൊണ്ട് അവരതിനെ സത്യപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെ അവർക്ക് നാവ് മനസ്സുകൊണ്ടുള്ള തിരിച്ചറിവുണ്ട്. അത് മാത്രം കൊണ്ട് കാര്യമില്ല. കൽബ് കൊണ്ട് മാത്രം അറിഞ്ഞതുകൊണ്ട്, സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് ഇതര വിശ്വാസികളുണ്ട്. അവർ പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ചിട്ടൊക്കെ വാദോരാതെ പറയും. മൈക്കൊക്കെ കൊടുത്ത് ഒരു മണിക്കൂർ പുകഴ്ത്തി പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇസ്ലാം അങ്ങനെയാണ്, വളരെയധികം സമാധാനമാണ്, എല്ലാം അവർ പറയും. പക്ഷേ അവരുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവർ തയ്യാറല്ല. എങ്കിൽ അവരുടെ സാക്ഷ്യം അത് ശരിയാവുകയില്ല. ഇനി ചില ആളുകൾ എന്ത് ചെയ്യും? നാവ് കൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയും. നാവ് കൊണ്ട് വ്യക്തമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയും. പക്ഷേ അവരുടെ കൽബ് കൊണ്ട് യാതൊരു വിശ്വാസം ഉണ്ടാവുകയില്ല. ആരെ പോലെ? മുനാഫിക്കുകളെ പോലെ. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം കൽബ് ഉള്ളിന്റെ അകത്ത് കുഫ്റായിരിക്കും, തനിച്ച കുഫ്റായിരിക്കും. ഇസ്ലാമിനോട് അള്ളാഹുവിനോട് യാതൊരു കൂറുമില്ല. എന്നിട്ട് അവർ പറയും നഷ്ഹദു അന്നക റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് മദീനയിൽ വന്നവർ പറയുമായിരുന്നു എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാം താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന്, പക്ഷേ അവർ താങ്കളെ കളവാക്കുകയാണ്. മുനാഫിക്കുകൾ അങ്ങനെയാണ്. ഇന്നും മുനാഫിക്കുകളുണ്ട്. മുനാഫിക്കുകളായിട്ട് ആളുകൾ ഇന്നും ഉണ്ട്. അന്ന് അത്ര ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകും. ഇസ്ലാമിന്റെ വേഷത്തിൽ, ഇസ്ലാമിന്റെ കോലത്തിൽ, ഇസ്ലാമിന്റെ വൃത്തത്തിൽ ജീവിക്കും. പക്ഷെ ഉള്ള് തനിച്ച കുഫ്റായിരിക്കും, ഇസ്ലാമിനോട് വെറുപ്പായിരിക്കും. അതും അവർക്ക് ഉപകാരം ചെയ്യുകയില്ല. ഇനി ഇത് രണ്ടും ഉണ്ട്. ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി അവൻ വിശ്വസിക്കുന്നു എന്നൊക്കെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നാവുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ തൗഹീദ് കൊണ്ട് അതിനെ സത്യപ്പെടുത്തിയിട്ടില്ല. അതിനെ പൊളിച്ചു കളയുന്ന ഷിർക്ക് ഇപ്പുറത്ത് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാത്ത ആളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു, മറ്റു ദൈവങ്ങളുടെ അടുക്കലേക്ക് പോയി പ്രയാസങ്ങൾ സമർപ്പിക്കുന്നു. എങ്കിൽ അതും ഷഹാദത്തായിട്ടില്ല. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഇതെല്ലാം ഉണ്ട്. എന്താണ് ഷഹാദത്ത് പറഞ്ഞത്? അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അങ്ങനെ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കേണ്ട, നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ട, തൗഹീദ് കൊണ്ട് സംരക്ഷിക്കേണ്ട ഈ കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് ആരെങ്കിലും അതിന് വിവർത്തനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. അവന് യഥാർത്ഥത്തിൽ ഭാഷാപരമായും അതുപോലെ തന്നെ ശരീഅത്തിന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ട് അറിവില്ലാത്തത് കൊണ്ട് ചെയ്തതായിരിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ അത് വാസ്തവ വിരുദ്ധമാണ്. അള്ളാഹുവിന് പുറമെ ഒരുപാട് ആരാധ്യന്മാരുണ്ടല്ലോ, നമ്മൾ കാണുന്നില്ലേ? നമ്മൾ വരുന്ന വഴിയിൽ എത്ര ആരാധ്യന്മാരെ കണ്ടു. വിഗ്രഹങ്ങളായിട്ടും മക്ബറുകളായിട്ടും പുണ്യപുരുഷന്മാരായിട്ടൊക്കെ ഒരുപാട് ആരാധ്യന്മാരുണ്ട്. ആരെങ്കിലും ഒരാൾ മറ്റൊരാൾ ആരാധിച്ചാൽ ആരാധ്യനാണ്. ഒരുപാട് ആരാധ്യന്മാരുണ്ട്. പക്ഷെ അവർക്ക് യാതൊരു അർഹതയുമില്ല. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل. അള്ളാഹു മാത്രമാണ് ഹക്കുള്ള, അവകാശമുള്ള ആരാധ്യൻ. അവന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം തന്നെ നിരർത്ഥകമാണ്. എന്ത് അധികാരമാണ്, അവകാശമാണ് അവർക്കുള്ളത്? ആകാശഭൂമികളെ പടക്കാനോ അതിനെ നിയന്ത്രിക്കാനോ അതിനുടമപ്പെടുത്താനോ അതിലൊരു മൺതരി പോലും ഉടമപ്പെടുത്താനോ സാധിക്കാത്ത, സ്വന്തം കാര്യത്തിന് എന്തു സംഭവിക്കുന്നു എന്ന് പോലും അറിയാത്ത ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും എന്തധികാരമാണ് ആരാധിക്കപ്പെടാനുള്ളത്? എല്ലാം ബാത്തിലുകളാണ്. പിശാച് ആളുകളെ കൊണ്ട് ഇത്തരം ദുർമൂർത്തികളെ ആരാധിപ്പിക്കുകയാണ്. യാതൊരു കാര്യവും അതിലില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്,
അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ മറ്റാരുമില്ല എന്ന് നീ പറയലാണ്. ചില റിവായത്തിൽ അത് എന്ന് തന്നെ വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ്, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. വലാ തുശ്രികു ബിഹി ഷൈഅ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നീട് പറയുന്ന ഷഹാദത്തു അൻ തശ്ഹദ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കലാണ്. സാക്ഷ്യത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് ഖൽബിൽ നിന്നും വിശ്വാസം ഉണ്ടാകണം, നാവ് കൊണ്ട് ചൊല്ലിപ്പറയണം, അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് സത്യപ്പെടുത്തുകയും വേണം. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സാക്ഷ്യം വഹിച്ചാൽ സഹോദരങ്ങളെ, അദ്ദേഹം സാധാരണ മനുഷ്യന്മാരെ പോലെ മനുഷ്യനാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് അദ്ദേഹത്തിന് അള്ളാഹു റിസാലത്ത് കൊണ്ട് ആദരിച്ചിരിക്കുന്നു. സാധാ മനുഷ്യന്മാരെ പോലെ വാക്കുകൾ കൊള്ളാനും തള്ളാനും നമുക്ക് ഒരുപോലെ അവകാശമുള്ള വാക്കുകളല്ല അവിടുത്തേത്. അവിടുന്ന് പറയുന്ന വാക്കുകൾ അള്ളാഹു തആലയുടെ വഹ്യ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ കൊള്ളുക, സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല. ഒരാൾ പറയാണ്, എന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കും, അല്ലെങ്കിൽ നിലവിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ സ്വീകരിക്കും, അതല്ലാത്തത് ഞാൻ സംശയിച്ചു നിൽക്കും, ശങ്കിച്ചു നിൽക്കും. പിന്നീട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയാണ് എങ്കിൽ ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ അവൻ ശാസ്ത്രത്തിനെയാണ് അവന്റെ ദൂതനായിട്ട് വിശ്വസിക്കേണ്ട ഒരുവനായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്, റസൂലുള്ളാഹിനെ അല്ല. റസൂലുള്ളാഹിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് അറിയിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നീ അതുപോലെ സ്വീകരിക്കേണ്ടതുണ്ട്. അവിടുന്ന് അറിയിക്കുന്ന കഴിഞ്ഞുപോയ കാര്യങ്ങളാകട്ടെ, ഭാവിയിലുള്ള കാര്യങ്ങളാകട്ടെ, എന്ത് കാര്യങ്ങൾ അവിടുന്ന് അറിയിച്ചാലും അത് അതുപോലെ നീ സത്യപ്പെടുത്തേണ്ടതുണ്ട്. അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ നീ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ നീ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട്. ഇതിൽ കുറവുകൾ ഉണ്ടാകാം, പക്ഷെ ഒരാൾ അംഗീകരിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ വാക്കുകൾ അംഗീകരിക്കേണ്ടതാണ്. എന്ന് അംഗീകരിച്ചാൽ അവൻ ഷഹാദത്ത് പാലിച്ചവനായി. അവന് നഖ്സുകൾ ഉണ്ടായാലും കൽപ്പനകളിൽ വീഴ്ച വരുത്തിയാലും. എന്നാൽ ഒരാൾ പറയാണ്, റസൂലുള്ളാഹി പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കേണ്ട ആവശ്യമില്ല, അത് അന്നത്തെ കാലത്തേക്കാണ്, അത് എല്ലാ കാലത്തേക്കും ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവന് ഷഹാദത്ത് തന്നെ പൊളിഞ്ഞു പോകും. എന്നാൽ ഒരാൾ അത് പൊതുവായി അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അവൻ വീഴ്ച വരുന്നുണ്ട് എങ്കിൽ അവന് ഷഹാദത്തുണ്ട്, പക്ഷെ അവൻ മഅസിയത്ത്, ധിക്കാരം അവനിൽ ഉണ്ട്, തിന്മകളാണ് അവനിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിലൂടെ അല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാതിരിക്കുക, ഇതെല്ലാം സഹോദരങ്ങളെ ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറയുന്ന ഷഹാദത്തിന് ഉണ്ട്. മുഹമ്മദ് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് റസൂലുമാർ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് പ്രത്യേകം പറയുന്നത്? കാരണം അവിടുത്തേക്ക് അന്ത്യപ്രവാചകനാണ്, ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അതുപോലെ തന്നെ കഴിഞ്ഞുപോയ സമുദായങ്ങളാകട്ടെ, മുമ്പ് നബിമാരിറങ്ങിയിട്ടുള്ള യഹൂദന്മാരെ പോലെ നസ്രാണികളെ പോലെയുള്ള സമുദായങ്ങളാകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുക എന്നുള്ളത് അവർക്ക് നിർബന്ധമായ കാര്യമാണ്. അത് അംഗീകരിക്കാതെ ബാക്കിയുള്ള അമ്പിയാക്കളെ മുഴുവൻ അംഗീകരിച്ചാലും അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അവസാന കാലഘട്ടത്തിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചിട്ടാണ് വിധിക്കുന്നത്. ഇത് അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവൻ മുസ്ലിം ആകാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം പറഞ്ഞു തുഖീമസ്സലാ, നിസ്കാരം നിലനിർത്തണം. ഇതും ഇഖാമത്തുസ്സല എന്ന് പറയുന്ന വാക്കും അത് ഭാഷാപരമായി നിലനിർത്തുക എന്ന ഒരർത്ഥം നൽകുക എന്നല്ലാതെ പൂർണ്ണമായ ആശയം അതിന് കൈമാറാൻ സാധിക്കുന്നില്ല. കാരണം ഇഖാമത്തുസ്സല വ തുഖീമസ്സല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ശർആക്കിയതുപോലെ അതിന്റെ ഉള്ളും പുറവും അതിന്റെ സമയവും സ്ഥലവും ഒക്കെ കൃത്യമായി നിർണയിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായിരിക്കണം നീ നിസ്കരിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ പറഞ്ഞ രൂപത്തിലാണ് നീ നിസ്കരിക്കേണ്ടത്. അതിന്റെ നിബന്ധനകളാകട്ടെ, അതിന്റെ റുക്നുകളാകട്ടെ, വാജിബുകളാകട്ടെ, എല്ലാം അതുപോലെ നീ നിസ്കരിക്കേണ്ടതുണ്ട്.
എങ്കിലേ നിന്റെ ഇഖാമത്തു സ്വലാ ആവുകയുള്ളൂ. ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ദിക്റുകൾ ദുആകളൊക്കെ ചൊല്ലി റബ്ബിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇബാദത്ത് ചെയ്യാമെന്നല്ല മറ്റു മതസ്ഥരൊക്കെ ചെയ്യുന്നത് പോലെ. മറിച്ച് അള്ളാഹു അവനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം അങ്ങനെ ഒരു ഇബാദത്താണ്, അതെങ്ങനെ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യത്തിൽ എന്തു ചെയ്യണം, പിന്നീട് എന്തു ചെയ്യണം, അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, എവിടുന്നാണ് നിസ്കരിക്കേണ്ടത്, എവിടെ നിസ്കരിക്കാൻ പാടില്ല, ഓരോന്നിന്റെ സമയം ഏതാണ്, ഏത് സമയത്ത് പാടില്ല, ഇതെല്ലാം വളരെ കൃത്യമായി പറയപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പാലിക്കുമ്പോഴാണ് ഇഖാമത്തു സ്വലാ എന്ന് പറയുന്നത്. ഇവിടെ ദീനിന്റെ പഞ്ചസ്തംഭങ്ങളായി ഉദ്ദേശിക്കപ്പെടുന്നത് അസ്സലവാത്തുൽ ഖംസാൻ, 5 നേരത്തെ നിസ്കാരമാണ്. അതല്ലാത്ത നിസ്കാരം ഒരാൾ നിർവഹിച്ചില്ലെങ്കിലും അയാളുടെ ഇസ്ലാം അയാൾക്ക് ബാക്കിയുണ്ട്. എന്നാൽ ഈ 5 നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരം ഒരാൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ അയാൾക്ക് ഇസ്ലാം ബാക്കി ഉണ്ടാവുകയില്ല. ഇൻഷാ അല്ലാഹ് അവസാനത്തിലേക്ക് വരുന്നുണ്ട്. വതുഅ്തിയ സക്കാ, പിന്നീട് പറഞ്ഞത് സക്കാത്ത് നൽകുക എന്നുള്ളതാണ്. സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയ സമ്പത്തിൽ നിന്നും ഒരു ഓഹരി ഭൂമിയിലെ അവനോടൊപ്പം ജീവിക്കുന്ന സാധുക്കളായ ദരിദ്രന്മാർക്കും അഗതികൾക്കും ഒരു നിശ്ചിത അളവിൽ കൊടുക്കുക എന്നുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇബാദത്താണ്. എങ്ങനെയാണ് സക്കാത്ത്? എല്ലാവർക്കും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിശ്ചിത തുക ഒരാൾക്ക് അവൻ അനുഗ്രഹിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിശ്ചിത തുക അതൊരു വർഷം മുറിയാതെ അവന്റെ കയ്യിൽ ഉണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു നിശ്ചിത തുക മാത്രമേ നൽകേണ്ടതുള്ളൂ. അല്ലെ? നമ്മളത് അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പൊ അതാണ് സക്കാത്തിന്റെ കാര്യം. അതിന്റെ നിബന്ധനകളുണ്ട്, അത് കൊടുക്കേണ്ട ആളുകളുണ്ട്, അവർക്ക് നൽകുക എന്നുള്ളതാണ്. പിന്നീട് പറഞ്ഞു തസൂമ റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. റമളാൻ മാസത്തിൽ എല്ലാ വർഷവും അതിന് സാധിക്കുന്ന ആളുകൾ, യാത്രക്കാരല്ല, രോഗികളല്ല, അതുപോലെ സ്ത്രീകളായ ഹൈദുൻ നിഫാസ് ഒന്നും ഉള്ള ആളുകളല്ല, അതല്ലാത്ത മുഴുവൻ ആളുകളും എല്ലാ വർഷവും 29 അല്ലെങ്കിൽ 30 ദിവസം അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഫജ്ർ മുതൽ മഗ്രിബ് വരെ നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിൽ നിന്നും നിർബന്ധമാക്കിയത് വർഷത്തിലെ ഈ ഒരു മാസത്തെ നോമ്പാണ്. അതല്ലാത്ത നോമ്പുകളുണ്ട്. എന്നാൽ ഇസ്ലാം കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റമളാൻ മാസത്തെ ഈ നോമ്പാണ് എന്ന് മനസ്സിലാക്കുക. അവസാനമായി പറഞ്ഞത് വതഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, അവൻ ഹജ്ജ് ചെയ്യണം, അതിലേക്കുള്ള മാർഗം അവൻ എളുപ്പമായാൽ എന്നാണ്. യഥാർത്ഥത്തിൽ ഏതൊരു കാര്യവും ഒരാൾക്ക് ഇസ്തിതാഅത്ത് ഉണ്ടെങ്കിലേ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നോമ്പാകട്ടെ, സക്കാത്ത് ആകട്ടെ, അതിന്റെ കഴിവുള്ള ആളുകളെ അത് സാധിക്കുകയുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഹജ്ജിന്റെ വിഷയത്തിൽ പറഞ്ഞപ്പോൾ പ്രത്യേകമായി ആ നിബന്ധന പറഞ്ഞത് ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, അതിലേക്ക് അവന് എളുപ്പമായാൽ എന്ന്? കാരണം പൊതുവെ ഹജ്ജിനാണ് എല്ലാവർക്കും എളുപ്പമാകാതെ പ്രയാസമുണ്ടാക്കുക ഹജ്ജ് നിർവഹിക്കാനാണ്. നമുക്കറിയുന്ന കാര്യമാണത്. കാരണം ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകും. നോക്കൂ സഹോദരങ്ങൾ, ഈ ഹദീസ് ഇത് പറയുന്ന കാലഘട്ടത്തിൽ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഇസ്ലാം എത്തിയിട്ടില്ല. മദീനയിൽ നിന്നാണ് പറയുന്നത്. ഇപ്പൊ എല്ലാ കോണുകളിലേക്കും ഇസ്ലാം എത്തുമെന്നുള്ള പ്രഖ്യാപനം ഹദീസിലുണ്ട്. വ്യത്യസ്ത സ്ഥലങ്ങൾ, അതല്ലെങ്കിൽ ആർക്കാണ് പ്രയാസം ഉണ്ടാവുക? മദീനയിൽ നിന്ന് ഒരാൾക്ക് മക്കത്തേക്ക് പോകാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ആ ഭാഗത്ത് പരിസരവാസികൾക്ക് മക്കത്തേക്ക് പോകാൻ എളുപ്പമാണ്. ലോകത്തിന്റെ എല്ലാ ദിക്കിലേക്കും ഇസ്ലാം എത്തും. അള്ളാഹുവിന്റെ ഉറപ്പാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന സമയത്ത് എല്ലാ ദിക്കുകളിലേക്കും ഇസ്ലാം എത്തിയിട്ട് പോലുമില്ല. അങ്ങനെ എല്ലാ ദിക്കുകളിലേക്ക് എത്തും, എല്ലാ ദൂരപ്രദേശങ്ങളിലേക്ക് എത്തും. അവിടുന്ന് എല്ലാം ആളുകൾ ഹജ്ജിനും വരും. ആ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് അത് നിർബന്ധമാകുന്നത് ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, സാമ്പത്തികമായും ശാരീരികമായും. സ്ത്രീ ആണെങ്കിൽ കൂടെ ഒരു മഹറവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നുള്ളൂ. ഇത് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് നിർബന്ധമാകുന്നില്ല. അതുകൊണ്ടാണ് ഹജ്ജിന്റെ വിഷയത്തിൽ പ്രത്യേകം അത് എടുത്തു പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം കാര്യങ്ങൾ എന്നറിയപ്പെടുന്ന 5 കാര്യങ്ങൾ. ഇതിൽ ഷഹാദത്തിന്റെ കാര്യമാണ് എങ്കിൽ, ആദ്യം പറഞ്ഞ കാര്യമാണ് എങ്കിൽ, അതൊരാൾക്ക് നഷ്ടപ്പെട്ടാൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഏക അഭിപ്രായം മാത്രമേ ഉള്ളൂ, 2 അഭിപ്രായം ഇല്ല. ഒരാൾ ഷഹാദത്ത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും മുസ്ലിമായി പരിഗണിക്കാം എന്നൊരു അഭിപ്രായമില്ല. ഷഹാദത്തില്ല, ഇസ്ലാം പൊളിഞ്ഞുപോയി, യാതൊരു സംശയവുമില്ല.
നിസ്കാരത്തിന്റെ വിഷയത്തിനാണ് എങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ ഏകോപിച്ച കാര്യം കൂടിയുണ്ട്. നിസ്കാരത്തിന്റെ നിർബന്ധ ബാധ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങനെ നിസ്കാരം നിർബന്ധമായി നിസ്കരിക്കേണ്ടതില്ല, ഓരോരുത്തർക്കും സ്വന്തം സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നിസ്കരിക്കാൻ സാധിക്കുന്നവർ നിസ്കരിക്കട്ടെ, അല്ലാത്തവർ നിസ്കരിക്കേണ്ടതില്ല, വല്ല ദിക്റും ചൊല്ലട്ടെ, അതിനു പകരം വല്ല അള്ളാഹുവിനെ ഓർക്കുന്ന വല്ല കാര്യവും ചെയ്തോട്ടെ എന്നൊരാൾ പറയുകയാണെങ്കിൽ അവൻ കാഫിറാണെന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസമുള്ളത് ഒരാൾ നിസ്കാരം നിർബന്ധമാണ്, 5 നേരം നിർവഹിക്കണം, ഒരു നേരം പോലും കുറയാൻ പാടില്ല, 5 നേരം നിർവഹിക്കണമെന്ന് അംഗീകരിക്കുന്നു. പക്ഷേ ജോലി തിരക്ക്, മടി, ഇങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞിട്ട് ചില നിസ്കാരങ്ങളൊക്കെ അവൻ ഒഴിവാക്കുകയാണ്. ചില ദിവസങ്ങൾ ഒഴിവാക്കുന്നു, ചില വക്തുകൾ ഒഴിവാക്കുന്നു. ഇവരെ കുറിച്ചിട്ടാണ് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിനകത്താണോ അതല്ല പുറത്തുപോയോ എന്നുള്ളത്. ശരിയായ അഭിപ്രായമായി മുഹഖിഖീങ്ങൾ പറയുന്നത് നിസ്കാരം അത് ബോധപൂർവം ഉപേക്ഷിച്ചാലും ശരി, അവൻ മടിയനായി ഉപേക്ഷിച്ചാണെങ്കിലും ശരി, എങ്ങനെ ഉപേക്ഷിച്ചാലും ഒരാൾ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുമെന്നുള്ളതാണ്. പിന്നീട് അവർ അഭിപ്രായ വ്യത്യാസത്തിലായത് എത്ര നിസ്കാരം ഉപേക്ഷിച്ചാൽ എന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവൻ ബോധപൂർവം ഒരു വക്ത് ഉപേക്ഷിച്ചാൽ തന്നെ അവൻ കാഫിറായി പോകും. ഒരാൾ പറയണം നാളത്തെ ഫജർ വേണ്ട, നാളെ ഉറങ്ങാം, ദുഹറിന് എണീക്കാം, ഫജർ നിസ്കരിക്കേണ്ടതില്ല. അതല്ലാതെ എഴുന്നേറ്റാ നിസ്കരിക്കാം എന്നുള്ള മടിയന്മാരുടെ സ്വഭാവം അല്ല അവൻ കാണിക്കുന്നത്. ഫജർ വേണ്ട, നാളെ ഫജർ ഇല്ലേ, എന്താ കുഴപ്പം എന്നുള്ള നിലക്കാണ്. ഫജർ ഒഴിവാക്കി ദുഹറിന് എഴുന്നേക്കാം. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒറ്റ നിസ്കാരം നീ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ, അത് നീ എന്ത് കാരണം കൊണ്ട് പറഞ്ഞാലും ശരി, നീ ദീനിൽ നിന്ന് പുറത്തു പോകും. ചിലർ പറഞ്ഞു 1 ദിവസമാണ്, ചിലർ പറഞ്ഞു 1 ആഴ്ചയാണ്. എന്ത് തന്നെയാലും സഹോദരങ്ങളെ, നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവമായ ഒരു തിന്മ ഇല്ല. അത് മോഷണത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, അങ്ങനെയുള്ള സകല തിന്മകളെക്കാളും കടുത്ത തിന്മയാണ്. ദീനിൽ നിന്നും പുറത്തു പോകാനുള്ള കാരണം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ബാക്കിയുള്ള അർക്കാനുകൾ, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതിന്റെ വുജൂബ് നിർബന്ധമാണെന്നുള്ള കാര്യത്തിൽ ഒരാൾ നിഷേധിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകും. പക്ഷെ മടി കൊണ്ട് സക്കാത്ത് പിശുക്ക് കൊണ്ട് സക്കാത്ത് കൊടുക്കാതിരുന്നു, മടി കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാതിരുന്നു, ഹജ്ജിന് പോകാതിരുന്നു എങ്കിൽ അവൻ കാഫിറാവുകയില്ല. വളരെ ഗൗരവമുള്ള തിന്മ ചെയ്ത വൻ പാപിയായിട്ടായിരിക്കും അവൻ മരണപ്പെട്ടു പോകുക, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ. ഇതാണ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച്. ഇൻഷാ അല്ലാഹ് ഹദീസിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.